ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഭ്രമരത്തിൽ ലാലേട്ടന്റെ കൂടെ നമ്മുടെ കയ്യിൽ വരെ തൊടാൻ അവർക്ക് ആഗ്രഹം. ലാലേട്ടന്റെ കയ്യെ പിടിച്ച കൈയല്ലേ എന്ന്. അഭിനയത്തിന്റെ ABCD പോലും അറിയാത്ത ആൾക്കാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ അവർ നല്ല നല്ല വേഷങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേസമയം അവരെ കൊണ്ടൊന്ന് ഡബ് ചെയ്യാൻ പറഞ്ഞു, അവർ ചെയ്യത്തില്ല. ആക്ഷൻ എന്ന് പറയുന്നതല്ല. എന്റെ അടുത്ത് നിന്നാൾ തോർത്ത് വലിച്ചോണ്ട് പോയി. അതിനെന്താ താൻ കിടക്കണമെന്നോ, സാധനം എഴുന്നേറ്റ് പോയി എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്, സീരിയൽ സിനിമയൊന്നും വേണ്ട. നാടകം, ഒരു നാടകക്കാരൻ അല്ലെ നാടകക്കാരി, സത്യത്തിൽ നാടകക്കാരും അങ്ങനെ പറയാനേ പാടില്ല. അല്ലാതെ അവിടെ നിന്ന് കൊടുത്തിട്ട് ചാഞ്ഞ് നിന്നിട്ട് പിന്നീട് വന്ന് പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഒരു ജാടയും ഞാൻ ഇന്നുവരെ കാണിച്ചിട്ടില്ല, കാണിക്കത്തില്ല. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. നമ്മൾ മിനി സ്ക്രീനിലെ കുറേ താരങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള താരമാണ് എന്നോടൊപ്പം ഉള്ളത്. നാടകത്തിലൂടെയാണ് വന്നത്. നാടകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ലൈവ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ളൊരു സംഭവം തന്നെയാണ്. സീരിയലിലും നാടകത്തിലും തിളങ്ങിയിരിക്കുന്ന നമ്മുടെ സിനി ചേച്ചിയാണ്, സിനി പ്രസാദ് ചേച്ചി. നമസ്കാരം ചേച്ചി. ഉറക്കം വരുന്ന ചേച്ചി? എന്തൊരു ഉറക്കത്തിന്റെ ലാവണ്യയിലിരിക്കുന്നു. ആലസ്യമാണോ ലാവണ്യമാണോ? ആലസ്യം അല്ലേ? എന്റെ കണ്ണ് അങ്ങനെ ഒരു മയങ്ങിയ കണ്ണ. എല്ലാരും പറയും ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഉറക്കം വരുന്നു. മായക്കണ്ണെന്ന് പറയുന്നത്. ചേച്ചി, മായക്കണ്ണെന്ന് അങ്ങനൊന്നും ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ നമ്മുടെ ഈ പല സീരിയൽ താരങ്ങളുടെയും ചില ആൾക്കാർ കുറച്ചൊരു 10% ആൾക്കാർ ഒരു വിചാരം എന്ന് പറയുന്നത്, ഒരു സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ ഹിറ്റായി കഴിഞ്ഞാൽ അപ്പോഴേ അവർ സ്റ്റാറുകളാണെന്നാണ് കുറേ വിചാരം. ഞാൻ മിനി സ്ക്രീൻ തന്നെയാണ് എടുക്കുന്നത്. കേട്ടോണ്ടിരിക്കുന്നവർ കുറ്റം പറയാൻ കുഴപ്പമില്ല. പക്ഷേ 20 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നാടകത്തിലൂടെ വന്നു, സീരിയലിലൂടെ വരുന്നു. ആ കാണിക്കുന്ന 10% ഉള്ള ആൾക്കാരോട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തോ ചേച്ചി പറയാനുള്ളത്? എനിക്ക് അങ്ങനെ ജാട കാണിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ 10-20 വർഷമായി ഞാൻ ലാലേട്ടനോട് ഒരു സിനിമ അഭിനയിച്ചാൽ എനിക്ക് ഒരു ജാടയും ഞാൻ ഇന്നുവരെ കാണിച്ചിട്ടില്ല, കാണിക്കത്തില്ല. ഞാനിങ്ങനെ സാധാരണപ്പെട്ട ആയിട്ട് നടക്കുമ്പോൾ ആ സീരിയൽ നടി സിനിമയോട് കൊണ്ട് ഞാൻ നടന്നും പോവായിട്ടേ കൂടെ എല്ലാവരോടും ചിരിക്കുകയും സംസാരിക്കും. എന്തിനാണ് ജാട കാണിക്കുന്നത്? എന്റെ ആവശ്യം എന്തോ? നമ്മളെ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നു, അല്ലാത്തപ്പോ നമ്മള് സാധാ ആള് തന്നെ. നമ്മൾ മനുഷ്യരല്ലേ, എന്തിനാ ജാട കാണിക്കുന്നത്? എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. ഏതെങ്കിലും ഒരു സീരീസ്, പർട്ടിക്കുലർ സീരീസ് ഒക്കെ വന്നിട്ട് അതൊക്കെ ചിലപ്പോൾ വൈറലായി കഴിഞ്ഞാൽ, ഇപ്പം ഏഷ്യാനെറ്റിൽ തന്നെ ഒരു സീരിയൽ വൈറലായതിനു ശേഷം അവരോടൊക്കെ ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ ചിലവരോട് ഇഷ്ടമാണ് ഇന്റർവ്യൂ തരുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്ന ഇന്റർവ്യൂസ് അവരെ കൂടെ കുറച്ചും കൂടെ ഹൈപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. എനിക്ക് ചേച്ചിയുടെ കുറച്ച് ഇന്റർവ്യൂസ് മാത്രം ഇപ്പൊ കല്യാണമായിട്ടുള്ള വന്നിട്ടുള്ളത്, മകനുമായിട്ടുള്ളത്. അപ്പൊ അവരുടെ ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ അവർ ഭയങ്കര ഡിമാൻഡ്സ് ആണ് വയ്ക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ചേച്ചി വിളിച്ചപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഡിമാൻഡ്സ് വയ്ക്കാൻ പാടുണ്ടോ ചോദിച്ചു? നമ്മളെല്ലാം കലാകാരല്ലേ? ഒരിക്കലും പാടില്ല. നമ്മളെ ഇപ്പൊ വഴിയെ പോകുന്ന ഒരാളെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഉണ്ടായിട്ടായിരിക്കും നമ്മളെ ഇന്റർവ്യൂ വിളിക്കുക. അപ്പൊ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നമ്മൾ ഏകദേശമായിട്ടും പറയാമായിരുന്നു, നമ്മളെ വഴിയെ നമ്മള് ആൾക്കാർ ഇങ്ങനെ ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോ ചിലത് അതെ എവിടെ എടുക്കും എന്ന് പറയും. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫോട്ടോ എടുക്കണം. വഴിയെ നടക്കുന്ന ആരുടെയും കൂടെ അവർ സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നു? ചേച്ചി ആർട്ടിസ്റ്റ് അല്ല, ഞാൻ സെൽഫി എടുത്തിട്ടോ ചേച്ചി എന്റെ ചെപ്പൊക്കെ അടിക്കുക, പിന്നെ അതെ. അപ്പൊ പിന്നെ അത് നമ്മൾ അത് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ നമ്മളോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആര് പറഞ്ഞാലും ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എവിടെ പോയാലും, മാർക്കറ്റിൽ നിന്നാലും ഷോപ്പിൽ ചെന്നാൽ ആരും അപ്പൊ ചേച്ചി ഒരു സെൽഫി, ഞാൻ അപ്പൊ തന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ ഫോട്ടോ എടുക്കും. എനിക്കത് ഭയങ്കര അഭിമാനമാണ് അതില്. ചേച്ചിയുടെ എന്റെ ഓർമ്മയിലാണ് ശരിയാണെങ്കിൽ സീരിയൽസിലാണെന്ന് തോന്നുന്നു, ഈ കൈമുണ്ടും രാത്രി മഴ. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 1-2 സീക്വൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും ഹിറ്റായ സീരിയലായിരുന്നു. 600 എപ്പിസോഡ് ചെയ്തു. കള്ളുകാർത്തിയായി ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര നല്ല ക്യാരക്ടറായിരുന്നു. എനിക്ക് അതുപോലെ ഒരു ക്യാരക്ടർ ഇതുവരെ പിന്നെ കിട്ടിയിട്ടില്ല. എക്സ്പീരിയൻസ് പറയാം. കാര്യം ആ ഒരു വേഷം എന്ന് പറയുന്നത് അന്ന കാലത്ത് ഓക്കെയാണ്. പക്ഷെ ഇന്ന് കാലത്ത് അത് കാണുമ്പോഴത്തേക്കും അത് വേറെ സംസാരങ്ങളിലേക്ക് പോകും, ട്രോള് വരും, വേറെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അന്നത്തെ ആ ഒരു സീരിയൽ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ട്രോൾ ചെയ്യാറുണ്ടോ? രാത്രി മഴയൊക്കെ എടുത്തിട്ടുള്ളൂ. നല്ലേന്നും പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിലും കൈലിയും ബ്ലൗസും തോർത്തു എനിക്ക്. അതും ഭയങ്കര ഹിറ്റായി. മണിച്ചേട്ടന്റെ പടമായിരുന്നു. നല്ല രസം. പക്ഷെ എനിക്ക് കഴിയും ദിവസം ചേരും എന്ന് പറഞ്ഞാണോ എന്താ എനിക്കറിയത്തില്ല. അങ്ങനെ 1-2 ഇതിലെനിക്ക് ആ കോസ്റ്റ്യൂം തന്നിട്ടുണ്ട്. കൈലിയും ബ്ലൗസും തന്നതിന് ശേഷം തോർത്ത് യൂസ് ചെയ്യാതെ സ്ക്രീനിന്റെ ക്യാമറയുടെ ഫ്രണ്ടില് വരാൻ ചോദിച്ചോട് ആവശ്യപ്പെടുന്നുണ്ട് ഏതെങ്കിലും സീൻ? നന്മയില് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. എങ്കിൽ പോലും നന്മയില് അവര് തോർത്തിട്ടോളാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആറ്റില് ഇന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ ആറ്റുഭാഗത്തോട് ഇങ്ങനെ പോണതാ. പുള്ളി പൈസ പലിശക്ക് കൊടുക്കുന്നത് മേടിക്കാൻ വരുന്ന
എന്നെ പെരുക്കി വരിക, വീട്ടിൽ ചിലപ്പോൾ കണ്ടില്ല. അപ്പൊ ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് ക്യാമറ അങ്ങ് അക്കരെ കരയിരിക്കണത്. അപ്പൊ ഞാൻ തോർത്ത് നോക്കിയിട്ടിട്ട് ഞാൻ മനുമേന്ന് തുണി അങ്ങോട്ട് കഴുകിയപ്പോ ആക്ഷൻ എന്ന് പറയുന്നതല്ല, എന്റെ അടുത്ത് നിന്നാൾ തോർത്ത് വലിച്ചോണ്ട് പോയി. താഴെ പറഞ്ഞു വെച്ചിരുന്നാണ്. അതായിരിക്കും തോർത്തങ്ങ് വലിച്ചു. എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അതിന്റെ ജോലി തന്നെ അങ്ങ് തുടർന്നു. നോക്കി അപ്പത്തേന് ഒന്നും പറയാൻ എനിക്ക് പറ്റിയില്ല. തോർത്തുകൊണ്ട് അവരൊന്നും പോയി എന്നുള്ള. പക്ഷെ എനിക്ക് അഭിനയിക്കാനും പറ്റത്തില്ല. ഡയറക്ടർമാരെ മുന്നേ ഇരിക്കുന്ന ക്യാമറ എല്ലാം ആക്ഷൻ വെച്ചു. ഞാൻ അവിടെ അങ്ങ് അഭിനയിച്ചു കഴിഞ്ഞപ്പോ എന്റെ ദൂരെയാണ് ക്യാമറ ഇരുന്നേ. അപ്പൊ ലോങ് ഷോട്ട് അല്ലേ, അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ കുഴപ്പമില്ല, ഞാൻ അങ്ങ് വിട്ടു. പക്ഷെ സിനിമ റിലീസായപ്പോ ആ സ്ക്രീനിനകത്ത് ഫുള്ള് ഞാനായിരുന്നു, നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം തോർത്തില്ല, ഈ ബ്ലൗസ് ഇങ്ങനെ വെട്ടി തുറന്ന ബ്ലൗസ് എന്നിട്ട് തുണി കഴുകിയോടെ നിൽക്കുന്നു. പക്ഷെ നല്ല ചേച്ചി, ഞാൻ അതല്ല ചേച്ചി, അങ്ങനെ എടുക്കുമ്പോ അതല്ലേ നേരത്തെ പറയാനാണ് ചേച്ചിയോട് എടുക്കുന്നത്. ചേച്ചി ചോദിക്കാൻ എന്ത് തോന്നിയ ദിവസമാണ് അന്നേരം എനിക്ക് അന്നേരം ഞാൻ പ്രതികരിച്ചൊന്നുമില്ല. കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് ചെയ്യാൻ ബാധ്യസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളല്ലെങ്കിൽ അഭിനയിക്കാൻ ഇറങ്ങരുത്. ചിലപ്പോ നമ്മള് അങ്ങനെ തോർത്ത് മാറ്റേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇല്ല, മാറ്റുമ്പോൾ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ പറയാം എന്നാലും അത് വേണ്ട, തോർത്ത് അന്ന് സിനിമ എന്ന് പറഞ്ഞ അവരെ ഈസി ആയിട്ട് വിട്ട സംഭവമാണത്. പക്ഷെ പിന്നീട് സിനിമ വന്നപ്പോ അത് വലിയ വൃത്തിയായിട്ടൊന്നും തോന്നിയില്ല, രസമായിരുന്നു. അത് ക്ലോസിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരോട് ദേഷ്യമൊന്നും തോന്നിയില്ല. തിയേറ്ററിൽ അടുത്ത് അറിയാത്ത ആൾക്കാരൊക്കെ ഇരിക്കുമല്ലോ, ചെറുപ്പക്കാരൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ? കേട്ടോ, ചെവിയിൽ എന്തെങ്കിലും ഡയലോഗ്സോ കൗണ്ടറോ കേട്ടോ, കമന്റ്സോ കേട്ടോ? അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അത് സംഭവം. ഇഷ്ടപ്പെട്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടാവുന്നൊന്നും പറയാനും പോയില്ല. ഇപ്പൊ ചേച്ചി നമ്മള് ബിഹൈൻഡ് ദ ക്യാമറ ഞാൻ ഈ ഹേമ കമ്മീഷനെ കുറിച്ച് ചോദിച്ചു. ചേച്ചി പറഞ്ഞു അന്നേരം സ്പോട്ടില് പ്രതികരിക്കാൻ എന്താ എന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പൊ തോർത്തെടുത്തോണ്ട് ചേച്ചിക്ക് സ്പോട്ടിൽ പ്രതികരിക്കായിരുന്നു. അതല്ല, തോർത്തെടുത്തോണ്ട് പോയി നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ക്യാരക്ടർ നമ്മൾ അഭിനയിക്കുകയാണ് അവിടെ. അതിനകത്ത് നമ്മള് മാനസികമായിട്ട് വേറെ രീതിയിൽ അവരൊന്നും പീഡിപ്പിക്കോ അല്ല വേറെ സംഭവങ്ങളൊന്നും അല്ല ഉണ്ടായത്. അത് ക്യാരക്ടറിന്റെ മേന്മയ്ക്ക് വേണ്ടി അവരെടുത്ത് മാറ്റിയേ ഉള്ളൂ. അത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഇപ്പം ഈ ഒരു വന്ന ഒരു കമ്മീഷനെ കുറിച്ച് അയ്യോ, എനിക്ക് പ്രതികരിക്കുന്ന ഒരാളാണെന്ന് അറിയാം. ഹേമ കമ്മീഷൻ ഇപ്പൊ ഈ പൊക്കിയെടുത്തോണ്ട് വന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോ ഒരു വർക്കിന് ചെന്നു, ഒരു സ്ഥലത്ത് ചെന്നു, നമ്മളോട് അവർ ഏത് രീതിയിൽ സമയം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോവുക. അല്ലാതെ അവിടെ നിന്ന് കൊടുത്തിട്ട് ചാഞ്ഞ് നിന്നിട്ട് പിന്നീട് വന്ന് പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഒരാളും ബലാത്കാരമായിട്ട് ഒരു ആർട്ടിസ്റ്റോ ഒരു ഡയറക്ടറോ ഒരു ക്യാമറമാനോ ഒരു പ്രൊഡ്യൂസറോ ബലാത്കാരമായിട്ട് ഒന്നും ചെയ്യില്ല. അവരുടെ കൂടെ താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അവരെന്നകത്ത് വീഴത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ന്യൂട്രലിലെ എക്സിക്യൂട്ടീവിനകത്തൊക്കെ ചോദിപ്പിക്കും, അല്ല എങ്ങനെയാണ് പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിക്കും, കാണാൻ പറ്റുമെന്നൊക്കെ. അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ പറയും ഇവിടെ നടക്കില്ല, വെറുതെ വഴക്കുണ്ടാക്കാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു പോകും. നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്, അതാണ് ബലാത്കാരമായിട്ട് ചെയ്യുന്നതാണ്. അതിനവര് നമ്മളതിന് ആക്ഷൻ എടുക്കണം. ഇതിപ്പോ അവര് നിന്നിട്ട് അവർ സമ്മതിച്ച് അവർക്ക് വർക്കിന് വേണ്ടി കാര്യം സാധിക്കാൻ വേണ്ടി അവർ നിന്ന് കൊടുത്തിട്ട് പിന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമില്ല. വർഷം 10 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങൾ പൊക്കിയെടുത്ത് വന്നിരിക്കുക. ഞാൻ ശരിക്കും ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ സീരിയൽ മേഖലയിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ നടക്കുന്ന പുറത്താണ്. ഇവിടെ നടക്കുന്ന ഈ സെലിബ്രിറ്റികൾ അതുകൊണ്ട് കേൾക്കാൻ ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടം. കാരണം ഇവരെ പറ്റി പറയാം. ഈ പുറത്തിരിക്കുന്ന ഓഫീസിൽ ജോലി ചെയ്യുന്നവരൊക്കെ എന്തെല്ലാം പ്രശ്നമുണ്ടെന്നറിയാമോ? ഓഫീസിൽ നടക്കുന്നുണ്ടെല്ലാം വീടുകളിൽ എന്തെല്ലാം നടക്കുന്നു. പക്ഷേ ഇത് കേൾക്കാനോ പറയാനോ ആർക്കും ആഗ്രഹമില്ല. കാരണം ഇവരെയൊന്നും ആർക്കും അറിയില്ല. നമ്മളെയൊക്കെ ഈ ആർട്ടിസ്റ്റിനെ അറിയുന്നോണ്ടല്ലേ ഇത് കേൾക്കുമ്പോഴും 10 ജനങ്ങൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്ടമാണ് ആൾക്കാർക്ക്. ഇത് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇതൊന്നും ഒരു ആവശ്യവുമില്ല. എന്റെ അഭിപ്രായം ചേച്ചി അതല്ല. ഇപ്പം ഞാൻ ഇന്നലെ ഒരു സ്റ്റോറിയിൽ ഞാൻ കണ്ടതാണ്. സണ്ണി ലിയോണി പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തിക്കുന്ന സിനിമ നടിയാണ്. അവരൊരു പോസ്റ്റ് ഇട്ട കറക്റ്റ് പെർഫെക്റ്റ് ആണ്. അവർ ഇട്ടിരിക്കുന്നത് ആ സമയത്ത് നോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനുള്ള മര്യാദ കാണിക്കുക. അല്ലാതെ ആ സമയം നടന്നത് ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ എന്താണ് ന്യായം? സ്ത്രീയാണ്. അങ്ങനെ തന്നെയാണ്. അന്നേരം നോ പറയണമായിരുന്നു. ഇപ്പൊ നമ്മളെടുത്ത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അപ്പൊ തന്നെ നോ പറയണം. എനിക്ക് താല്പര്യമില്ല. ഇനി ചാഞ്ഞ് നിന്നിട്ട് വർക്കിന് നിന്ന് എല്ലാ കാര്യവും കഴിഞ്ഞു വെച്ച് പിന്നെ ഇപ്പൊ പൊക്കി പിടിച്ച് നടക്കുന്ന എന്തിനാണ്? എനിക്കതൊന്നും ഒരു ഡോറി തട്ടുന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ തട്ടലുണ്ടോന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഡോറ തട്ടുണ്ടോന്ന് എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നത്. ഞാൻ ചേച്ചിയോട് ആ ചോദ്യം ചോദിക്കുന്നില്ല, മറുപടി എനിക്ക് ബേഷ കിട്ടുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എങ്കിൽ പോലും ചേച്ചിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ
ഈ 20 വർഷത്തിനകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് പ്രതികരിച്ചിട്ടുണ്ടോ? അനുഭവങ്ങളില്ലാന്ന് പറയാൻ പറ്റത്തില്ല. അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ഡോറിന് ഒരുപാട് 12, 1 മണി, 2 മണി വരെയും തട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ 12 മണി കഴിഞ്ഞ് 2 മണി കഴിഞ്ഞൊക്കെ ഇടയ്ക്കിടയ്ക്ക് തട്ടും. അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങാത്ത അല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് വരും, തട്ടും. പിന്നെ ഫോൺ ആണെങ്കിൽ ഓഫ് ചെയ്യും. എന്റെ ഫോണിൽ വിളിക്കുമെന്ന് എനിക്കറിയാം. ഫോൺ ഓഫ് ചെയ്യും. അതൊരു നാടകത്തിലൊന്നും അങ്ങനത്തെ ഞാനങ്ങനെ നാടകത്തിൽ സജീവമായിട്ട് നിന്നിട്ടില്ലല്ലോ. സിനിമയിലും സീരിയലും ഒക്കെ അങ്ങനത്തെ ചില സംഭവം ഉണ്ടല്ലോ പണ്ടൊക്കെ. 2 മണിക്കൂർ 2 മണിക്ക് വെച്ചാൽ കള്ളു കുടിച്ചിട്ട് പോലെ ആയിരിക്കും. അത് സീരിയല് ഒരു കോമഡി സീരിയലായിരുന്നു. അപ്പൊ ഈ നമ്മൾ ഹോട്ടൽ റൂമുകൾ താമസിച്ച് കഴിയുമ്പോ എന്തായാലും ചിലപ്പോ 2 അടിച്ചിട്ടേക്ക് ആൾക്കാർ കറങ്ങി നടക്കുമ്പോഴേ അപ്പം തട്ടിയാലും അവിടെ ഒരു രസമായിരിക്കും അത്. അങ്ങനെ തട്ടുമ്പോ നമ്മള് ആരാണ് നോക്കും. പിന്നെ അല്ല ആരാൻ ചോദിക്കുമ്പോ അനക്കില്ല. പിന്നെ നമ്മള് പോകും. പിന്നെ നമുക്കറിയാം ഇങ്ങനെയൊക്കെ നടക്കുന്ന സംഭവം. സംഭവിക്കുമ്പോ ചിലപ്പോ തുറന്നു നോക്കൂല ആരാ തട്ടുന്നേ. നോക്കിയിട്ടുണ്ട്. അതെന്താ വിളിച്ചെന്ന് ചോദിക്കുമ്പോ അയ്യോ ഞങ്ങള് റൂം മാറിപ്പോയെന്ന് പറയും. കാരണം നമ്മളെ പ്രതികരണം അങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോ അത് അല്ല അത് കൺട്രോളറായിരുന്നു. അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ തട്ടിട്ട് പോയി. പിന്നെ അങ്ങനെ ഉള്ളപ്പോ എനിക്ക് എന്റെ ഫോണിൽ വിളി വന്നു. ഫോൺ വിളി വന്നപ്പോ ഞാനത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ലാൻഡ് ഫോൺ ഉണ്ട്, അതിൽ വിളി വരുന്നില്ല. ഞാൻ നേരെ റിസർവ് എടുത്ത് മാറ്റി ഉറങ്ങി. പിറ്റേ ദിവസം സെറ്റിൽ ചെന്നപ്പോ ഇവർക്ക് ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് റൂമിലൊക്കെ പണ്ടൊക്കെ അങ്ങനെയാണ്. റൂമിലൊക്കെ താമസിച്ചിട്ടൊക്കെ ചെല്ലുമ്പോ വേറെ ചില കണ്ണുകളോടൊക്കെ നമ്മളെ നോക്കും. അപ്പൊ അങ്ങനെ ഒരുത്തന്നെ ഇങ്ങനെ ചേച്ചി ഉറങ്ങിയില്ലേ എന്നൊരു ചോദ്യം. സത്യത്തിൽ ഞാൻ ഉറങ്ങിയില്ല. കാരണം ഈ ഡോറിന്റെ തട്ട് കാരണം അവൻ തന്നെ തട്ടിയത്. അപ്പൊ ഞാനപ്പോ ചോദിച്ചു ശരിയാ ഞാൻ ഉറങ്ങിയില്ല, എന്താണ് ചോദിക്കാൻ കാര്യം എന്തോ? അല്ല ചേച്ചിയുടെ മുഖത്തൊരു ക്ഷീണം പോലെ. ഞാൻ പറഞ്ഞ ക്ഷീണം പോലെ അത്രേ ഉള്ളൂ, വേറൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ കലാണോ അറിയേണ്ടതെന്ന് ചോദിച്ചു. രാത്രിയില് ആരോ വന്ന് ഡോറിനൊക്കെ തട്ടി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞാൻ ഹോട്ടലിലെ കാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നോക്കാനും. അവര് നോക്കിയായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല. അതവിടെ ഉണ്ടോ എനിക്ക് ഓർമ്മ കിട്ടുന്നു. പക്ഷെ അന്ന് CCTV ചിലപ്പോ കാണത്തില്ല. അതുകൊണ്ട് അവർക്ക് പിടിക്കാമല്ലോ. അതൊരു 10-16 വർഷം മുമ്പാ. കുറവാണ്. അങ്ങനെയൊക്കെ ചോദിച്ച അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നമ്മളതൊക്കെ കിട്ടിയാലും തമാശക്ക് എടുക്കും. ഞാനിതങ്ങ് കോമഡിക്ക് വിടും. ആയിരിക്കാം. ഞാന് തമാശക്ക് വിടും. അതിന്റെ സീരിയസ് ആക്കത്തില്ല. കാര്യം വെച്ചാൽ നമ്മളെ നെക്കിട്ട് കേറാൻ വന്നാൽ നമ്മൾ നല്ലത് പറയും. പിന്നെ അതല്ല അത് തമാശ പറഞ്ഞ് സ്നേഹത്തിലൂടെ പറയും. ഞാൻ സംസാരിച്ചങ്ങ് വിടും. വിട്ട് കഴിയുമ്പോൾ അവർക്കും പിന്നെ എന്നോട് ദേഷ്യമില്ല. ചേച്ചി ഇനി അങ്ങനെ സംസാരിക്കാൻ തോന്നാത്ത രീതിയിൽ ഞാൻ അങ്ങ് സംസാരിക്കും. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. അല്ലേ ചേച്ചി, നമ്മുടെ അനുവാദമില്ല നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ നമ്മൾ അവിടെ ടച്ച് ചെയ്യാൻ വരുമ്പോഴാണ് നമുക്ക് അതിന് ഇറിറ്റേഷനും അതിന് പീഡനമായിട്ടും മാറുന്നത്. തീർച്ചയായിട്ടും അതേ ഞാൻ പറഞ്ഞുള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മുടെ ദേഹത്ത് ഒരാൾ തൊടുകയോ പിടിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കത് ഇറിറ്റേറ്റഡ് ആവും. അതല്ലാതെ നമ്മൾ ഇഷ്ടത്തോടുകൂടി ഇരിക്കുമ്പോൾ അത് ഇറിറ്റേറ്റഡ് അല്ലല്ലോ. നോർമൽ ഷേക്ക് ആണ്. തീർച്ചയായിട്ടും അതിലുപരി ഈ പറഞ്ഞ പോലെ ചേച്ചിയിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ കാണും, ഉണ്ടായിരുന്നിരിക്കാം അല്ലേ. ഞാൻ കൂടുതലായിട്ട് ഈ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല. നമ്മൾ വേറെ കാര്യങ്ങൾ അറിയാം. ചേച്ചി ഈ നാടകത്തിലൊക്കെ രസകരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് നടിയുടെ പേര് ഞാൻ പറഞ്ഞു, നമ്മൾ എടുത്ത ഇന്റർവ്യൂ ആണ്. ഓല മറച്ചു വെച്ചതിനകത്താണ് നമ്മുടെ ഗ്രീൻ റൂം. അപ്പൊ ഈ ഓല മറച്ചു വെച്ച ഗ്രീൻ റൂമിനകത്ത് ഈ കുറെ ഓല ഇങ്ങനെ ഞെരിക്കുമ്പോൾ സൗണ്ട് കേൾക്കാറുണ്ട്. അവരത് പോട്ടെ എന്ന് വെച്ചിട്ട് അവസാനം ഈ ചേച്ചി ബ്ലേഡ് വെച്ചിട്ട് പോന്തി ഇങ്ങനെ. അപ്പൊ ഈ പോന്തിയപ്പം ലാസ്റ്റ് പൈസ കൊടുക്കാൻ വന്ന ആളുടെ കയ്യിലൊരു മുറിവുണ്ട്. അത് സംഘാടനായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. രസകരമായിട്ടുള്ള നമുക്ക് പറയാനായിട്ട് സാറിന്റെ കൂടെയാണ് നാടകം ചെയ്യുന്നത്. കൃഷ്ണമൂർത്തി സാറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ അങ്ങനെ അല്ല, അതിൽ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഒരു ചെറിയ നാടകം ഞാൻ ചെയ്യുന്നുണ്ട്, 1 മണിക്കൂർ. 2 ആർട്ടിസ്റ്റുകൾ, 2 പേര്. അത് പ്രാക്ടീസ് നടക്കുവാണോ? 10 സ്റ്റേജ് കഴിഞ്ഞു. ഇനിയിപ്പോ കണ്ണൂർ ഞങ്ങൾ അതിനാണ് പോകുന്നത്. 11ാമത്തെ 1 മണിക്കൂർ 2 പേര്. 2 മണിക്കൂർ. കഥ ഒരു ഫുഡ് ഇൻസ്പെക്ടറും, അത് നമ്മുടെ ദൂരദർശനിലെ സാറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയാണ് ഫുഡ് ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്നത്, ശ്രീകുമാർ സാറും. പിന്നെ തട്ടുകട നടത്തുന്ന ഒരു ലേഡി. ഫുഡ് ഇൻസ്പെക്ടർ ഈ തട്ടുകടയിൽ ഫുഡിനകത്ത് വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുകയും ഇവരെ പൈസ ആവശ്യപ്പെടുകയും കേസിൽപ്പെടുത്തി അവിടെ അച്ഛനെ കുരുക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ ഇയാള് ഫുഡ് ഇൻസ്പെക്ടറുടെ വീട്ടിലേക്ക് ക്ഷണിക്കും. ഇതാ നമുക്ക് ഒരു പരിഹാരം കാണാം, നമുക്ക് പൈസ കൊടുക്കാനില്ല. അപ്പൊ അങ്ങനെ അവൾ ആ ഫുഡ് ഇൻസ്പെക്ടർ വീട്ടിലേക്ക് പോകുന്നത്, കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറയും. അതൊക്കെ വാങ്ങി ആ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്
ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർക്കും ബോറടിക്കത്തില്ല. വളരെ മനോഹരമായ, ഞാൻ ചെയ്യുന്നത് കൊണ്ട് പറയാനല്ല, നല്ലൊരു നാടകമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി അവതരിപ്പിച്ചു. ഇപ്പൊ അടുത്തത് കണ്ണൂര്, പിന്നെ നെയ്യാറ്റിൻകരയുണ്ട്. നെയ്യാറ്റിൻകര നവംബർ 24, 25 ഒരേ സ്റ്റേജിൽ 2 പ്രോഗ്രാം, 2 ദിവസം. പാലിയേറ്റീവ് കെയറിന്റെ അവർ നടത്തുന്നതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് നാടകം ഇഷ്ടപ്പെട്ടു, അങ്ങനെ അവർ വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ലൈവ് നാടകം എന്ന് പറയുന്ന ഡയലോഗ്സ് കറക്റ്റ് ലൈവായിട്ട് പോവുകയാണ്. അതിനകത്ത് നമുക്കൊരു ചീറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റില്ല. സിനിമ ഇപ്പൊ ഡയലോഗ്സ് കാണാതെ തന്നെ പറയണം. സീരിയൽ അങ്ങനെയല്ല, എല്ലാം നമുക്ക് പറഞ്ഞു തരും. ഒരു മൂളൽ പോലും അസോസിയേറ്റ് ഭയങ്കര കഴിവുള്ളാണെങ്കിൽ മൂളൽ പോലെ പറയേണ്ട രീതി വരെ അസോസിയേറ്റ് പറഞ്ഞു, അത് കേട്ടങ്ങ് പറഞ്ഞാൽ മതി. നാടകം അതല്ല, എല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ഭയങ്കര പണിയിട്ട്. സ്റ്റേജിൽ കയറി നാടകം ചെയ്യുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ചെറിയ കഴിയുന്നല്ല ഈ നാടകം, ഭയങ്കര ടെൻഷനുള്ള സംഭവമാണ്. എക്സ്പ്രഷൻ വരണം, നടക്കണം, ഇരിക്കണം, ഡയലോഗ്സ് അവര് പറയുന്നതിന് മറുപടി പറയണം, മ്യൂസിക് ശ്രദ്ധിക്കണം, ലൈറ്റ് ശ്രദ്ധിക്കണം. അതെ, നമ്മൾ ഏത് മൂലയ്ക്ക് പോയി നമുക്ക് ലൈറ്റ് കിട്ടും, അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം, ഓരോ മ്യൂസിക്കിന് എങ്ങോട്ട് പോകണം, ഓരോ ലൈറ്റ് ഓരോ സ്ഥലത്തോട്ടും കൊടുത്തിരിക്കുക. ഈ ലൈറ്റ് എവിടെയൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും പോയി നമ്മുടെ ഭാഗം കാണത്തില്ല, ഇരുട്ടത്തായിരിക്കും. അങ്ങനെയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അത് അനുസരിച്ചിട്ട് വേണം ഓരോ സ്ഥലത്ത് പോയി ഡയലോഗ്സ് പറയാനും. പിന്നെ മ്യൂസിക് ഇടുമ്പോൾ ആ മ്യൂസിക്കിനനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. അങ്ങനെയൊക്കെ ഒരുപാട് ടൈമിംഗ് ഉണ്ട് ഇതിനകത്ത്. ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ ഈ നാടകക്കാര് വലിയ വിലയൊന്നുമില്ല ആൾക്കാർക്ക്. ഇല്ലേ, നാടകക്കാരൻ അല്ലെ നാടകക്കാരി, സത്യത്തിൽ നാടകക്കാരും അങ്ങനെ പറയാനേ പാടില്ല. അവർക്ക് ഒരുപാട് ടെൻഷനുണ്ട്. ഒരു നാടകം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരാൾക്ക് പറ്റത്തില്ല. സീരിയൽ ചെയ്യാൻ പറ്റും. എനിക്കത് ഭയങ്കര വിഷമമാണ്. എത്രയോ വലിയ നാടകത്തിൽ നിന്ന് വന്ന എത്രയോ സിനിമാക്കാർ. ഇത് സീരിയൽ വന്നപ്പോഴത്തേനും നാടകക്കാർ അങ്ങ് താഴെ പോയി. ഇപ്പോൾ സീരിയലിൽ നാടകത്തിൽ ഒരു വേഷം ചെയ്യാൻ ഒരു പെണ്ണിനെ വിളിച്ച്, നായികയായിട്ട് വിളിക്കുക, ഒരു പെണ്ണിനെ വിളിച്ച്, നാടകോ ചേച്ചി നാടകം സിനിമ സീരിയലെല്ലാം ആണ് വിളിച്ചു എന്ന് പറയും. ഞാൻ എന്ത് പറയും, നാടകത്തെ അങ്ങനെ അങ്ങ് പുച്ഛിച്ച് കാണുന്നതാണ്. നിനക്ക് സീരിയൽ സിനിമ ചെയ്യാൻ പറ്റും, പക്ഷെ നീ നാടകത്തിൽ വന്ന് നോക്ക്, നിനക്ക് ഡയലോഗ്സ് പറഞ്ഞ് സ്റ്റേജിൽ പറയാൻ നിനക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു, എത്ര വലിയ ആർട്ടിസ്റ്റുകൾ ചില നാടകമൊന്നും ചെയ്തിട്ടില്ലാത്ത സീരിയലായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പോലും എന്നോട് പറയാണ്ട്, ഈ നാടകം ഡയലോഗൊക്കെ കാണാൻ പഠിക്കണ്ടേ, അങ്ങനെ പഠിക്കണം. അതൊന്നും നമുക്ക് പറ്റത്തില്ല. ഓ സിനിമ സമ്മതിക്കണം. ഞാൻ പറഞ്ഞു, അത് രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുന്നത്. അതുപോലെ ഡബിങ്ങിന്റെ കാര്യം, ഒരു ആർട്ടിസ്റ്റുകള് ഡബിങ് കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും ഒരു പക്ക ആർട്ടിസ്റ്റ് ആവുന്നത്. പല ആർട്ടിസ്റ്റുകളും നായിക വേഷം 10ഉം 15ഉം ദിവസം വന്ന് അഭിനയിച്ച് മറച്ചിട്ടിട്ട് അങ്ങ് പോകും. ആൾക്കാരെ ഡബ് ചെയ്ത് അത് വൃത്തിയാക്കി ഇറക്കുമ്പോൾ അത് സുഖമായിട്ടൊരു നായിക വേഷം. അതേസമയം അവരെ കൊണ്ടൊന്ന് ഡബ് ചെയ്യാൻ പറഞ്ഞു, അവർ ചെയ്യത്തില്ല, അവർ ചെയ്യത്തില്ല. അവരൊരു പ്രാവശ്യം ആരോ പരീക്ഷണത്തിന് ആരെയാണ് ഒരാളെ പോയി അവർ നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കളഞ്ഞു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അഭിനയിക്കാൻ പറ്റും, ഡബ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ സംഭവമാണ് ഈ നാടകവും. നമ്മൾ ശരിക്കുള്ള ഈ ഡയലോഗ് വേരിയേഷനും കാര്യങ്ങളും ചിരിക്കുകയും മൂളിയും കരയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഇവർക്ക് നാടകം ചെയ്യാൻ പറ്റുമോ? ഡബ് ചെയ്യാൻ പോലും ചെയ്യാത്തത്. അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാടകം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പുച്ഛിക്കുന്ന ചില ആൾക്കാരുണ്ട്. എനിക്ക് അവരോട് യാതൊരു താല്പര്യം. ഈ പറയുന്ന ആളെ സ്റ്റേജിൽ കയറ്റി അഭിനയിപ്പിക്കണമെന്നാണ് എൻ്റെ നാടകത്തിന്. അതെ ഞാനിപ്പോ ആങ്കറിങ്ങിന് പോകുമ്പോൾ സ്റ്റേജിൽ ലൈവായിട്ട് പോകുമ്പോഴേ ഞാൻ ഇനാഗ്രേഷൻ കൂടുതൽ ചെയ്യാറുണ്ട്. അപ്പൊ വലിയ ഭയങ്കര കൗണ്ടറൊക്കെ പറയുന്ന ആൾക്കാർ സ്റ്റേജിൽ നിന്ന് മൈക്കെടുക്കാൻ പാടായിരിക്കും. എടുക്കാൻ പാടുള്ള ബുദ്ധിമുട്ടുള്ളവരാണ് കളിയാക്കുന്നത്. ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് കളിയാക്കുന്നത്. മൈൻഡ് ചെയ്യാതിരിക്കുക. ചേച്ചി നേരത്തെ പറഞ്ഞ കൺട്രോളർ ഒരു ഡോറിൽ തട്ടി വിചാരിച്ച് എല്ലാ കൺട്രോളേഴ്സും അങ്ങനല്ല. സീരിയലില് എനിക്ക് പരിചയമുള്ള കുറെ കൺട്രോളേഴ്സ് ഉണ്ട്. അവരെല്ലാം പക്ക എനിക്ക് വേണ്ട സഹായങ്ങളും എനിക്ക് ചെയ്യണ്ടല്ല പറയുന്നത്. അടിപൊളിയാണ് അവരൊക്കെ. ചിലര് ഒന്നും അങ്ങോട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് ഒട്ടുമില്ല. ഇപ്പൊ എല്ലാവരും നല്ല ആൾക്കാരാണ്. പഴയ കാലത്തെ ആ പരിപാടികളൊന്നും ഇപ്പൊ ഇല്ല. അന്നത്തെ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല. എല്ലാം നല്ല ആൾക്കാരാണ്. കാര്യം ഇപ്പൊ എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ആക്ടേഴ്സ് ആയാലും എല്ലാവരും ഫ്രണ്ട്ലിയാണ്. അപ്പൊ അവർക്ക് വേറെ ചിന്തയിലേക്ക് പോകത്തില്ല. ചിലർ ഇച്ചിരി വെയിറ്റ് ഇട്ടിരിക്കുമ്പോഴാണ് ജാടാന്ന് വിചാരിക്കും. സംസാരിക്കുമ്പോഴേ അറിയത്തുള്ളൂ. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. എന്റെ സെറ്റിലൊക്കെ പോയിരിക്കുമ്പോഴല്ലോ പെട്ടെന്നൊന്നും ആയും ചില പുതിയ പെണ്ണുങ്ങൾ അവിടെ ചേച്ചി ഇങ്ങനെ വരും.
ഞാൻ ചെന്ന് അങ്ങോട്ട് ഇരുന്ന് സംസാരിച്ച കഴിയുമ്പോൾ അയ്യോ ചേച്ചി ഒരു പാവമായിരുന്നല്ലേ, ചേച്ചിന് ഭയങ്കരമാണ് മോഹം കണ്ടാ തോന്നുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് വരാഞ്ഞത്. ഇപ്പൊ പിന്നെ അവരങ്ങ് പെട്ടെന്ന് നമ്മളോട് ഫ്രണ്ട്ലി ഒരിക്കലും അല്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല, ഒരിക്കലും. ആരും ഭയങ്കരയും ഭയങ്കര ഉണ്ട്. ചേച്ചിയുടെ മോന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് കല്യാണം. അപ്പൊ അവൻ ചേച്ചിയെ കുറിച്ച് പറഞ്ഞു, ഭയങ്കര അഭിമാനത്തോടാണ് സംസാരിച്ചത് ചേച്ചിയെ കുറിച്ച്. ഇളയമകനല്ലേ കല്യാണം. അപ്പൊ അവൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ അന്ന് 2 വർഷം മുമ്പ് എടുത്തത്. അവൻ ഇപ്പൊ മൗനരാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു, അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. 5 വർഷം കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പം ഭയങ്കര ക്രെഡിറ്റോട് കൂടിയാണ് നാടകം ചെയ്യാൻ പോകുന്നത് അവൻ എന്നോട് പറഞ്ഞത്. അവനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവന് നാടകം ഇഷ്ടം കേട്ടോ. അവനിപ്പോ സ്കൂൾ ഡ്രാമയിൽ പഠിക്കാനൊക്കെ പോയപ്പോൾ നാടകം എന്തുവാ, നാടകത്തെ പറ്റിയുള്ള ആ സീരിയലും സിനിമയും നാടകവുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണെന്നൊക്കെ അവനിപ്പോ മനസ്സിലാക്കി. അവനിപ്പോ അതുകൊണ്ട് നാടകമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നാടകം ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സിനിമ 32 പടം ചെയ്തു. 32. അതിനകത്ത് അതായത് നല്ലൊരു ക്യാരക്ടർ. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഭ്രമരത്തിൽ ലാലേട്ടന്റെ കൂടെ ഒരു 3 മിനിറ്റോളം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും വലിയ ലെങ്തി ആയിട്ടുള്ള സംഭവം കിട്ടിയിട്ടില്ല, എങ്കിലും 2 സീൻ ഭ്രമരത്തിന്റെ കൂടെ ചെയ്ത എല്ലാം ശ്രദ്ധിക്കപ്പെട്ടു. ലാലേട്ടന്റെ കൂടെ ഞാന് ഭ്രമര സിനിമ റിലീസായി കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് എല്ലാരും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. ഞാനിങ്ങനെ പുറത്ത് കൂടെ ഇറങ്ങി ചെല്ലുമ്പോ എന്റെ കയ്യിൽ ആ കയ്യം തരുമോന്ന് ചോദിക്കുക. ഞാൻ ചെന്തെറ്റി, അല്ല ലാലേട്ടന്റെ കയ്യെ തൊട്ട കയ്യല്ലേ, ഞങ്ങളത് തൊട്ടോട്ടെ സത്യം. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ ഇത്രയും വലിയൊരു മനുഷ്യന്റെ കൂടെ പോയി ഞാൻ അഭിനയിച്ചു. എനിക്ക് അപ്പോഴാണ് കൂടുതൽ ചിന്തിക്കാൻ പറ്റും, വലിയ ആളുടെ കൂടെ നിന്നെങ്കിൽ പോലും ആൾക്കാരുടെ നമ്മുടെ കയ്യിൽ വരെ തൊടാൻ അവർക്ക് ആഗ്രഹം. ലാലേട്ടന്റെ കയ്യെ പിടിച്ച കയ്യല്ലേ എന്ന്. ഇല്ല സമയത്ത് ഈ പേടിപ്പിക്കുന്ന വില്ലത്തികളുണ്ടല്ലോ ചില കഥാപാത്രങ്ങൾ. ഏത് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ? ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷെ നെഗറ്റീവ് റോൾ ചെയ്യാൻ എനിക്കിഷ്ടം. അത് പലരും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് റോൾസ് ആണ് ഏറ്റവും നല്ല. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ചെല്ലുന്നത്, പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ രൂക്ഷ വിമർശനങ്ങൾ തരുന്നതും അതൊക്കെ തന്നെയാണെന്നുള്ളത്. ചേച്ചി ഇനിയിപ്പോ ഉള്ള പ്രോജക്റ്റുകൾ ഏതൊക്കെ ചേച്ചി? ഇനിയിപ്പോ ഇപ്പൊ പുതിയൊരു അതിന്റെ പേര് ഞാൻ ചോദിക്കില്ല, നാളെ ഷൂട്ട് തുടങ്ങുകയാണ് മഴവിൽ മനോരമയില. പിന്നെ വീട്രാക്സിന്റെ ഒരു പുതിയ പ്രേമപൂജ, അത് ഇപ്പം തുടങ്ങുന്നുണ്ട്. 8-ാം തീയതി ഷൂട്ട് തുടങ്ങും. പിന്നെ 2 ഉണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു നാടകത്തിന്റെ പേര് മല്ലിക. ആ മല്ലികയായിട്ട് ഞാൻ തന്നെയാണ്. ഇപ്പൊ എല്ലാരും എന്നെ മല്ലിക എന്നാ വിളിക്കുന്നത്. ഞാൻ ഡബിൾ പ്ലേ ഉദ്ദേശിച്ചത് 2 പേര് മാത്രമുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2 പേര് കളിക്കുന്ന ഒരു നാടകം. അപ്പൊ അതിനകത്ത് ഈ 2 പേരെന്ന് പറയുമ്പോഴേ നമുക്കൊരു അത് ഏകാംഗ നാടകം എന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ല. പക്ഷെ ഏകാംഗ നാടകം കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ചിലർക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ ബുദ്ധിമുട്ടാണ്, കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഒരാളും കൂടെ വേണം, 2 പേര് വേണം. ഇത് ഇൻവിസിബിൾ ആയിട്ട് ഒരാളോട് സംസാരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ ചേച്ചി നോക്കി സംസാരിക്കും, പക്ഷെ അവിടെ ആളില്ല. അതൊരു സുഖമുള്ള പടം എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ കാലത്തിനിടയ്ക്ക് ഇത്രയും വർഷങ്ങൾ പോകുന്നതിനിടയ്ക്ക് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ട്രാജഡി, അതായത് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സമയത്ത് സീരിയലിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? അങ്ങനൊക്കെ കുറച്ചുനാൾ ചേച്ചി കാണാനില്ലായിരുന്നു. കുറച്ചുനാളെന്ന് വെച്ചാൽ ഞാൻ ഈ ഭ്രമരം സിനിമ ഒക്കെ റിലീസ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സീരിയലായാലും സിനിമയായാലും ഫീൽഡിലൊക്കെ പിടിച്ച് ഒരുപാട് മാനസിക വിഷമങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്, സീരിയലും സിനിമയൊന്നും വേണ്ട, ഇവിടെ നിന്ന് മാറി നിന്നായിരുന്നു. അതാണ് ഞാൻ ഒരു 3.5 വർഷത്തോളം ഞാൻ ഇല്ലായിരുന്നു. 3.5 വർഷം മാറി നിന്നതാ. മാറി ഞാൻ അഭിനയിച്ചില്ല. മാറ്റി നിർത്തപ്പെട്ടൊന്നുമല്ല, എനിക്ക് മാനസികമായിട്ട് നിന്നൊന്ന് മാറണമെന്ന് എനിക്ക് തോന്നി. ഈ വർക്കിന്റെ കാര്യമൊക്കെ തന്നെ നമ്മളിപ്പോ പറയുന്ന വർക്കുകളൊന്നും നമുക്ക് നല്ല ക്യാരക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വർക്കുകളൊന്നും നമുക്ക് കിട്ടാറില്ല. വർക്കില്ലാതെ കുറച്ചുനാൾ ഇരിക്കുന്നതിന് നല്ലൊരു ക്യാരക്ടർ കിട്ടണം, അല്ലെങ്കിൽ കിട്ടണം നമുക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ നമ്മളെക്കാട്ടില്ല, നമ്മളെ ഒന്നും അല്ല. ചിലപ്പോൾ ഈ അഭിനയത്തിന്റെ ABCD പോലും അറിയാത്ത ആൾക്കാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ അവർ നല്ല നല്ല വേഷങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും നാൾ ഈ ഫീൽഡിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു നല്ല റോള് തരുന്നില്ലല്ലോ ഇവര്. ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നല്ല റോളെന്ന് പറയുന്നത്, നല്ല റോള് ചോദിച്ച് വിളിച്ചവര് ഈ പറഞ്ഞ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറഞ്ഞ പണ്ടത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ അങ്ങനെ തട്ടിക്കളഞ്ഞ ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ വേണം? സിനിമയും കാര്യങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്, സീരിയലും സിനിമയും കളഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഒത്തിരി പോട്ടും. അങ്ങനെ ഞങ്ങൾ കൂടുതൽ സംസാരിച്ച് വരുമ്പം ഞാൻ പറഞ്ഞ ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറയും. അങ്ങനെ പറയുന്നു. ഞാൻ പറ്റില്ല ഒന്നും പറയത്തില്ല. ഞാൻ ഉടനെ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം, പിന്നെ എന്റെ ജന്മം ഞാൻ വിളിക്കത്തില്ല. വിളിക്കാറുണ്ടോ?
ഇങ്ങോട്ട് വിളിച്ചാൽ എടുക്കത്തുമില്ല. പിന്നെ അത് ആവശ്യമില്ല, അതെനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഈ വിളിക്കുന്ന എന്തിനാണ്, നമുക്ക് ആവശ്യമില്ല. ഞാൻ സെറ്റിൽ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട്, ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വഭാവങ്ങളൊക്കെ മാറി. തുടങ്ങുന്നതിന് മുമ്പ് സ്വഭാവങ്ങളൊക്കെ മാറി. അപ്പം അവർ തിരിച്ചു പോകുന്നു. അവിടെ ആവശ്യം എന്ന് വെച്ചാല് പള്ളിക്കൂട എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഒരു 1.5 മണിക്കൂർ ഒരു ചെറിയ സിനിമ ആലപ്പുഴ നടന്നു. ആലപ്പുഴ. അപ്പൊ ഞാൻ ജീവൻ ടിവിയിൽ ഒരു പ്രോഗ്രാം ചെയ്ത തുടക്കക്കാരിയാണ് ഞാൻ. ജീവൻ ടിവിയിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ പെട്ടെന്ന് വർക്കിന് വിളിച്ചു ആലപ്പുഴയിൽ. അന്ന് കുളപ്പള്ളിയിൽ ചേച്ചിയൊക്കെ ഉണ്ട് അതിനകത്ത്. ചേച്ചിയുടെ പരിചയത്തിലാണോ? അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് 8:30 അപ്പം ഏകദേശം സിനിമ തീരാറായി. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചറായിട്ടാണ് ഞാൻ അഭിനയിക്കും. പെട്ടെന്ന് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ പറയെല്ലാം ചെയ്തു. സ്കൂളിലെ ഒരു ടീച്ചറിന്റെ വേഷം ചെയ്തു. ഒറ്റ സീൻ എടുത്തുള്ളൂ. അപ്പോൾ പായ്ക്കപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാം പോയി, എല്ലാ റൂമിലേക്ക് പോയി. ഈ റൂമിലേക്ക് ഒട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറയുന്നത് ബുദ്ധിമുട്ട് എന്നാലും ഞാൻ പറയുക, എൻ്റെ ഒരു അനുഭവമാണത് കേട്ടോ. അങ്ങനെ ഞങ്ങള് എൻ്റെ കൂടെ ഒരു പയ്യനെ കൂടെ ഞാൻ കൊണ്ടുപോയായിരുന്നു കൂട്ടിന്. സിനിമ ആദ്യത്തെ വിധം പേടിയോ ഒറ്റയ്ക്ക് പോകാൻ. അങ്ങനെ ഞാനിങ്ങനെ ഇവിടെ ഇപ്പൊ എൻ്റെ കൂടെ വന്ന പയ്യനെ കാണുന്നില്ല. ആ പയ്യൻ എന്തെന്ന് ചോദിച്ചപ്പോൾ അവന് വേറെ റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീപ്രസാദിന്റെ അപ്പുറത്താണ്, അവിടെയാണ് റൂം. അപ്പൊ എൻ്റെ കൂടെ ഒരു പെണ്ണിനെ അവിടെ ചെയ്യാൻ കണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അവള് ഞാൻ ചോദിച്ചു ഇയാൾ എവിടെയാ താമസിക്കുന്നത് പറയുന്ന റൂമിൽ. അപ്പൊ ഞാൻ നമുക്ക് എന്നും കൂടെ ആ റൂമിൽ നിൽക്കാം എന്ന് പറഞ്ഞു. ഉടനെ അവൾക്ക് അത്ര അങ്ങോട്ട് പോരാ. ഉടനെ അവള് പറഞ്ഞു അല്ല ചേച്ചിക്ക് വേറെ റൂമിൽ തരും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പം ഇവരെനിക്ക് വേറെ റൂം തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വേറെ റൂം വേണ്ട, ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നോളാന്ന്. അപ്പൊ അങ്ങനെ ശരി വരാന്ന് പറഞ്ഞാൽ ആ റൂമിൽ കയറി ഞാൻ കുളിക്കാനൊക്കെ പോയിട്ട് ഇങ്ങനെ ഇറക്കി വന്നു കഴിഞ്ഞപ്പോൾ അവളോട് ഇങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ ഡോറിന് ആരോ തട്ടി. റോഡിന് തട്ടിപ്പോ ആരാടി? അപ്പോൾ അവള് പറഞ്ഞു ആരാ നോക്കട്ടെ എന്ന് പറഞ്ഞു. പോയി തുറന്നു നോക്കിയപ്പം ഒരു ഉണ്ടക്കണ്ണൊക്കെ വെച്ചിട്ട് ഒരാള് എന്നും പറഞ്ഞു അകത്തോട്ട് കയറി. കയറിയപ്പോൾ ഞാൻ വീട് ചോദിച്ചു ആരാ? പ്രൊഡ്യൂസറാണ്. അവക്കറിയാം, അവൾ 2 ദിവസം കൊണ്ട് അവിടെ ഉള്ളതാ. അവക്കറിയാം പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ വന്നേന്ന് ചോദിച്ചു. ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനപ്പോൾ അവിടെ മാറിയിരുന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു സിനിമ അപ്പുറത്ത് ഡയറക്ടർ വിളിക്കുന്ന അപ്പുറത്തെ റൂമിലോട്ട് ചെല്ലാൻ. ഞാൻ ചെറുതിനാ അല്ല എന്തോ നാളത്തെ കാര്യം എന്തോ പറയാനാണ്. ഞാൻ പറഞ്ഞു നാളത്തെ കാര്യം മണി ഇപ്പൊ 11 ആയല്ലോ. ഇപ്പൊ നാളത്തെ കാര്യം രാത്രി ഇപ്പൊ ഇനിയിപ്പോ രാവിലെ പറഞ്ഞാൽ പോരായോ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കിടക്കട്ടെ. ഞാൻ വെളുപ്പിന് GMTV വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ഇനിയിപ്പോ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ സംസാരിക്കാമല്ലോ നമുക്കെന്ന് പറഞ്ഞു. ഉടനെ ഇവന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടിടന്ന് ഇവൻ അവളെ കണ്ണ് കാണിച്ചപ്പോ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. അപ്പൊ ഇവളെ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഇവള് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കൈയൊക്കെ കഴുകി പെട്ടെന്നൊരു ഷോളൊക്കെ എടുത്ത് തോളത്തിട്ടിട്ട് ഇവള് പുറത്തേക്ക് പോകാൻ തുടങ്ങണം. അപ്പൊ ഞാൻ നീ അവിടെ പോന്നു, ഞാനിപ്പോ വരാം, പെട്ടെന്ന് വരണം കേട്ടോ, ശരി. അപ്പൊ ഇവള് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കടകം കടച്ചു കുറ്റി അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോ വല്ലതും കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പം ഡോറിനൊരു തട്ട്. ഇവള് പോയിട്ട് ഇത്ര വട്ടം നീ വന്നോന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഡോറിൽ വീണ്ടും തട്ടി. അപ്പൊ ഞാൻ ഉടനെ ഓടിച്ച് ഡോറ് തുറന്നപ്പോ ഒരു പരിചയമില്ലാത്ത ആൾ അവിടെ നിൽക്കുന്നു. ആദ്യം ഈ കണ്ട ആ സുന്ദരനല്ല, വേറെ സുന്ദരൻ. പോലീസ് കണ്ടിട്ട് പോയി, ഇത് വേറെ സുന്ദരനാണ്. അപ്പൊ ഞാൻ ചിന്ത ആരാ? ഞാൻ ഡയറക്ടറാന്ന് പറഞ്ഞു. എനിക്കറിയില്ല, കാരണം ഞാൻ അന്ന് പെട്ടെന്ന് ജീവൻ ടിവിയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രി ചെന്നിട്ട് പെട്ടെന്ന് മേക്കപ്പ് ഇട്ട് പെട്ടെന്ന് അഭിനയിച്ചിട്ട് പോകുന്നല്ലോ. ഡയറക്ടർ ഒന്നും എന്റെ തലയിൽ കയറിയില്ല, ആരാവൊന്നും ഞാൻ കണ്ടുമില്ല. ഞാൻ ഡയറക്ടർ എന്താ ഒന്നുമില്ല, ജസ്റ്റ് ആണെന്ന് 5 മിനിറ്റ് ഒരു കാര്യം പറയാൻ വന്നു. ശരി പറഞ്ഞോളൂ, എന്ത് പറ്റും? പെട്ടെന്ന് അകത്തോട് ഒരു കട്ടിൽ അങ്ങിരുന്നു പോയി. അവര് അങ്ങിരുന്നു. ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ നിന്നു അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞോളൂ എന്താണുള്ളത്. എനിക്കൊന്നും പറയാനില്ല പറഞ്ഞാൽ കയറി ഒന്നും പറയാനില്ല. പുള്ളി അവിടെ ഇരുന്നു. അവിടെ ഇപ്പൊ ഞാൻ വെച്ചിരുന്നു. അപ്പൊ സൈലന്റ് ആയിപ്പോയി. എന്നോട് ചോദിച്ചു ഫുള്ള് സിനിമ ആരോ കഴിച്ചായിരുന്നു? ഞാൻ കഴിച്ചില്ല, അവിടെ ഇരിക്കുന്നു. ഇപ്പൊ ഒരാളോടെ വന്ന് ഇത്ര നേരം സംസാരിച്ചു പോയി, ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഇതിപ്പോ കിടക്കാനുള്ള പരിപാടി ആയിരുന്നു കഴിച്ചിട്ട്. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒന്നും പറയാനൊന്നുമില്ല, എന്നൊരു കഴിച്ച് സിനി ഫുഡ് കഴിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇവിടെ ഇരിക്കുമല്ലേ, അപ്പൊ ഞാൻ പൊയ്ക്കോ, എന്നിട്ട് ഞാൻ ഫുഡ് പൊയ്ക്കോളാം. ഇല്ലടോ താൻ കഴിച്ചോ എന്നും പറഞ്ഞു. പുള്ളി എന്താ അറിയാമോ, കട്ടിലിൽ അങ്ങ് കിടന്നു. ഇരിക്കാൻ വന്ന ആളങ്ങ് കിടന്നു. അയ്യോ, ഞാൻ വിചാരിച്ച് കിടന്നു. എന്റെ ദൈവമേ. അപ്പൊ ഞാൻ ചോദിച്ചു സാറിവിടെ കിടന്നു, എനിക്ക് കിടക്കണം, ഞാനൊന്ന് ഫുഡ് വെച്ചിട്ട് കിടന്നു, ഭയങ്കര ക്ഷീണിച്ചാ വന്നത്. അതിനെന്താ താൻ ഇവിടെ കിടന്നോളൂ. നമ്മൾ അതെങ്കിലും ശരിയാ, എന്തിനാ ഞാൻ അവിടെ കിടക്കുന്നേ? ഒരു കാര്യം ചെയ്ത് സാറ് എഴുന്നേറ്റ് പോകും, എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു.
ഇവിടെ തനിക്ക് ഞാൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് വല്ല ശല്യമുണ്ടോ, ഞാൻ ഇവിടെയല്ലേ കിടക്കുന്നത്, തനിക്ക് ഇവിടെ കിടക്കാലോ. ഞാൻ പറഞ്ഞത് ശരിയാകത്തില്ലെന്ന്. അപ്പോൾ പുള്ളി ഇങ്ങനെ തലയിൽ ഇങ്ങനെ കയ്യും വെച്ച് ഇങ്ങനെ അങ്ങ് കിടക്കുക, ഒന്നും അനക്കമില്ല, പ്രതികരിക്കുന്നില്ല. ഇച്ചിരി നേരമായപ്പോൾ എനിക്കങ്ങോട്ട് ടെൻഷൻ കയറി. ഞാനങ്ങ് കരഞ്ഞു പോയി. സത്യത്തിൽ എനിക്ക് എന്ത് പറയണം, അതിന് വല്ലാത്തൊരു വിഷമം. ഞാനങ്ങ് കരഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിൽ പോകാനാണെങ്കിൽ ഇവിടെ വന്ന് ഈ മുഖത്ത് ചായം തേച്ച് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ പേയ്മെൻറ്റിലാണ് നമ്മൾ അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. വേറെ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ ഒക്കെ മേടിച്ച് ഊട്ടി കൊടൈക്കനാലൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പോകുന്നവരൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോകാം. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. ചെറിയ പൈസ, അന്ന് 2000 രൂപ കിട്ടുന്നു. ആ 2000 രൂപ എനിക്ക് 20,000 രൂപ ഒരാൾ തരുന്നതും, ഈ 2000 രൂപ എൻ്റെ പേയ്മെൻറ്റ് അന്ന് 2000 രൂപ എൻ്റെ കയ്യിൽ തരുന്നതും എനിക്ക് അഭിമാനം. 2000 രൂപ വാങ്ങുന്നതെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ, ഞാൻ ജോലി ചെയ്ത പൈസയാണ്. ഞാൻ മുഖത്ത് ചായം തേച്ച് ഞാൻ അഭിനയിക്കുന്നത് 2000 രൂപയാണ്. എനിക്ക് ഈ 1,00,000 രൂപയുടെ ഒരു സന്തോഷം അത് കിട്ടുന്നത്. അല്ല ചുമ്മാ ഇല്ലാതെ 25,000 രൂപ 20,000 രൂപ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ അത് വേറെ പൈസ അത് കിട്ടും. പക്ഷെ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ അഭിനയിക്കാൻ വന്നതാണ്. അതുകൊണ്ട് പ്ലീസ് സാർ ഇവിടെ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അല്ല ഇവൻ എന്തിനാ വന്നെന്നുള്ള എനിക്കറിയാമോ? അത് ഞാൻ കിടക്കൂ. അയ്യോ സിനിപ്രസാദെ ഇവിടെ കിടക്ക് എന്നൊക്കെ പറഞ്ഞ ആള് പിന്നെ അനക്കമില്ല കുറച്ചു നേരത്തേക്ക്. അപ്പൊ പുള്ളിക്ക് ഞാനിവിടെ നിപ്പാ, ഞാനിവിടെ കട്ടിൽ ഇവിടെ നിപ്പുണ്ട്, പുള്ളി കട്ടിലെ കിടപ്പുണ്ട്. പുള്ളി പെട്ട്, ഞാനും പെട്ട്. അവസാനം എനിക്കില്ല അവളെ എന്റെ കയ്യിലെങ്ങാണം കിട്ടിയ തലകരണം കൊടുക്കാൻ തോന്നി. അവളൊഴിഞ്ഞ അവൻ മറ്റേ വിളിച്ചോണ്ട് പോയതാ. പിന്നീടാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇവൻ തന്ത്രപരമായിട്ട് ഇവളെ വിളിച്ചോണ്ട് പോയിട്ട് ഇവനെ ഇതിനകത്ത് വിടാൻ വേണ്ടിയായിരുന്നു. അവസാനം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഈ എൻ്റെ കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഇതൊരു ശരിയായ നടപടിയല്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലോ ആൾക്കാരൊക്കെ, ഇവരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായി, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കിടക്കുന്നില്ല, അവിടെ ഇങ്ങനെ നിന്നപ്പം പുള്ളി ഇങ്ങനെ കൈ വെച്ചിട്ട് എഴുന്നേറ്റിട്ട് പറയുക, സിനി നീ വാ ഇവിടെ കിടന്നു, ഞാൻ എന്താ പോകുന്നു, നമുക്ക് വേറെ ദിവസം കാണാം എന്നും പറഞ്ഞു. പുള്ളി കട്ടിലെ എഴുന്നേറ്റ് അങ്ങ് പോയി, ഡോറും വലിച്ചടച്ചിട്ടങ്ങ് പോയി. പുള്ളിക്ക് മനസ്സിലായി ഇതെന്തായാലും ട്രാക്കിൽ വീഴില്ലാന്ന്. കളിച്ചാൽ അതുപോലെ സംസാരിച്ചു. പുള്ളി സിനിമയല്ല, അതിന്റെ പേര് പള്ളിക്കൂടം, ചെറിയൊരു സിനിമയായിരുന്നു. അതിനെപ്പറ്റി ഒന്നും ഞാൻ പിന്നീട് തിരക്കിയിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവളും വന്നില്ല, മറ്റോളും പോയി. ഞാൻ അതിനങ്ങ് കുറ്റിയിട്ടു. ഇനി ഇവള് വന്നാലും കേട്ടത്തില്ല ഞാൻ തീരുമാനിച്ചു. അത്രേ ഞാൻ അവിടെ കിടക്കുന്നു പറഞ്ഞു. ഇവള് വന്നില്ല, അയാള് വന്നില്ല. കറക്റ്റ് 7 മണി ആയപ്പോ എന്നിട്ട് ഡയറക്ടറിനോട് പറഞ്ഞു, സിൻപ്രസാദ് രാവിലെ 7 മണിക്ക് വണ്ടി വരും, റെഡി ആയിരുന്നോണം, ഇയാളെ ആരും ഒന്നും ചെയ്യത്തില്ല, ഒരു പുല്ലും ചെയ്യത്തില്ല, താങ്കളെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു, ധൈര്യമായിട്ട് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെയാണ് ഇയാൾ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. ഇയാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ കറക്റ്റ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് മറ്റോള് വന്നു കഥകിന് കൂട്ടി. ഞാൻ ഇയാൾ എവിടെ ആയിരുന്നേ? അവിടെ ഞാൻ അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയിടേ, പിന്നെ ഇയാളെ ശല്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ. അവിടെ പ്രൊഡ്യൂസർ റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയത്ര. ഞാൻ പറഞ്ഞാൽ ശരി, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ആദ്യം ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾ ഇറങ്ങി വന്നു. എനിക്കാണെങ്കിൽ തലേ ദിവസം ഒന്നും കഴിച്ചുമില്ല, ഞാൻ കഴിച്ചില്ല. എനിക്കൊരു ചായ അത്യാവശ്യം കഴിക്കാൻ പറ്റില്ല. എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് അതുമില്ല. അങ്ങനെ ഇരുന്നൊരു 7:30 വണ്ടി വന്നു. വണ്ടി വണ്ടെന്ന് ലാൻഡ് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ബാഗെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പം എന്നെ വിളിക്കാനൊരാൾ നമ്മുടെ റൂമിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, സിനിപ്രസാദ് ഇപ്പോൾ വരണ്ട, മറ്റേ കൂടെയുള്ള അവൾക്ക് വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, ഇപ്പം സാധാരണ അങ്ങനെയാണല്ലോ ഫസ്റ്റ് കൊണ്ട് പോയി. അങ്ങനെ 10 മണിയായി 11 മണിയായി, ചായയില്ല, ആഹാരമില്ല, ഒന്നുമില്ല. ഞാൻ അവരെ വിളിയാ, നിങ്ങൾ എവിടെ എനിക്ക് ആഹാരം കിട്ടുന്നത്, എന്നെ നിങ്ങൾ സെറ്റിൽ കൊണ്ടുപോകും, അല്ലെ എനിക്ക് ഫുഡെങ്കിലും കൊണ്ടുത്താ, അതിപ്പോൾ കൊണ്ടുവരാം. സിനിമ ഇപ്പൊ വിളിക്കും. അങ്ങനെ 12-1 മണിയായി, ഉച്ചയാവുക. അങ്ങനെ ഇരുന്നപ്പോൾ കുളപ്പള്ളിയിലെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ചേച്ചീനെ ഞാൻ വിളിച്ചു, ചേച്ചി ഇന്നുപോലെ അവിടെ വർക്ക് നടക്കുന്നു. ഉണ്ടല്ലോ, എന്താ നിന്നെ വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ ഇതുവരെ വിളിച്ചില്ല, ഇപ്പോൾ വരും, വണ്ടി വരുന്നുണ്ട്, ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ അതിൻ്റെ കൺട്രോളറെ വിളിച്ച് നല്ലതങ്ങ് കൊടുത്തു. വെള്ളവുമില്ല, ആഹാരവുമില്ല, റൂമിലെ അവസ്ഥ ഇങ്ങനെ, എന്തുവരെ നിങ്ങൾ കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ സോറി സിനിക്ക് ഇന്ന് വർക്കില്ലെന്ന്. ഞാൻ ചോദിച്ചു, അത് ശരി, അതിപ്പോഴാണോ പറയേണ്ടത്? പറയണമെന്ന് ചോദിച്ചു. അപ്പൊ ഇന്നില്ലെന്നോ അതോ എനിക്ക് ഇനി വർക്കേ ഇല്ലെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ചോദിച്ചു. അതങ്ങനെ പറയാൻ പറഞ്ഞു. ഇന്നും കൂടെ ഷൂട്ടുണ്ട്, അന്നും കൂടെ ഷൂട്ടുണ്ട്, പാക്കപ്പ് ആകുക, എനിക്ക് വർക്കില്ല. ഞാൻ ചോദിച്ചു അതെന്താ കാര്യം? അത് ഡയറക്ടർ പറഞ്ഞു, സിനിപ്രസാദിന്റെ ആ സീൻ ഇനി എടുക്കണ്ട, അത് കട്ട് ചെയ്ത് എന്താ കാര്യം എന്ന് ഞാൻ ചോദിച്ചു. മനസ്സിലായി, കാര്യം എനിക്ക് പിടികിട്ടി എന്ന് ഞാൻ പറഞ്ഞു.
ഇന്നലെ രാത്രിയിൽ അവൻ അവിടെ വന്നില്ല റൂമില്. അപ്പൊ നമ്മൾ ആ രീതിയിലൊന്നും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡയറക്ടർ ഉണ്ടല്ലോ, നിങ്ങളുടെ ഡയറക്ടർ ഇന്നലെ അവിടെ വന്നിരുന്നു, റൂമിൽ വന്നിരുന്നു, കുറച്ച് ഞങ്ങൾ തമ്മിൽ ഉടക്കിയാ പോയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇന്ന് വേഷമില്ലാത്ത. എനിക്ക് പേര് ഓർമ്മയില്ല. ഓർമ്മയില്ല, രണ്ടുപേരെ അറിയത്തില്ല. അപ്പൊ ഞാനൊരു കാര്യം ക്യാമറ നോക്കി തന്നെ പറയുന്നത്, പള്ളിക്കൂടം സിനിമയുടെ അല്ലെങ്കിൽ ചെറിയൊരു സിനിമയുടെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആ ഉണ്ടക്കനായിട്ടുള്ള പ്രൊഡ്യൂസറും പിന്നെ ആ കിടക്കാൻ വന്ന ആ ഡയറക്ടറിനോട് പറയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെ വേറെ രീതിയിൽ ചിത്രീകരിച്ച് കൊണ്ടുവരുന്നത്. ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ്. ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരോട് ഇമാതിരി പോക്കൃത്തരം കാണിക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ. ഈ ഇന്റർവ്യൂവിൽ എനിക്ക് പോക്കൃത്തരം എന്ന് പറയാൻ വന്നതിൽ ക്ഷമിക്കുക ചേച്ചി. എനിക്ക് കേട്ടപ്പോൾ വിഷമം. എനിക്ക് നിങ്ങളൊന്ന് ചിന്തിക്കണം, ഈ പള്ളിക്കൂടം എന്നുള്ളത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കും, യൂട്യൂബിൽ കയറി നോക്കും. അവന്മാർ എവരായാലും തീർച്ചയായിട്ടും അവർക്കെതിരെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ വിഷമം ഉണ്ടായില്ലേ? നമുക്ക് ഒരു പെങ്ങളോ വൈഫോ അല്ലെ ആരെങ്കിലും പോവാ ഇങ്ങനെ ഒരു അവസ്ഥയുള്ള നിങ്ങളുടെ വിചാരം അങ്ങനെയാണ് ഞാൻ കരഞ്ഞത്. എനിക്ക് വർക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് ഈ ഫീൽഡ് വേണ്ടാന്ന് പറഞ്ഞാൽ വെറുത്തിട്ടുണ്ട് സത്യത്തിൽ. പിന്നെ അതൊക്കെ മാറി മാറി വന്ന് പിന്നെ അങ്ങനെ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയില് പലരും ആവശ്യമില്ലാത്ത പേരിൽ എടുത്ത് വരേണ്ടി വന്നത്. ട്യൂഷൻ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. ഇല്ലില്ല ചെയ്യുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഒരു പെണ്ണ്, ഞാൻ പറയുന്നില്ല, ഒരു പെണ്ണുണ്ട്. അത് ചേച്ചിക്ക് മനസ്സിലാക്കണം ആരാന്നുള്ളത്. പക്ഷെ അവരുടെ വാക്കുകളൊക്കെ ആൾക്കാർ തള്ളിക്കളഞ്ഞു, വാക്കിൽ എടുത്തിട്ടില്ല. അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അടി കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അടി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഇവൻ അടി കൊടുക്കേണ്ടതായിരുന്നു. അന്ന് അടി കൊടുക്കണ്ട. പക്ഷെ എനിക്ക് അന്നേരം അടിക്കാനൊന്നും അല്ല തോന്നി, എനിക്ക് കരയാൻ തോന്നി. ഞാൻ ലൊക്കേഷനിൽ പോയി. ഞാൻ അവിടുന്ന് വണ്ടി വിടാൻ പറഞ്ഞു. ഞാൻ ലൊക്കേഷൻ എന്റെ പൈസ തരണോന്ന് പറഞ്ഞു. പൈസ എന്നാ അതെങ്ങനെ ഇന്ന് വർക്കില്ലല്ലോ, പിന്നെ നിങ്ങളുടെ പൈസ. ഞാൻ പറഞ്ഞു വർക്കില്ലാത്ത എന്റെ കുഴപ്പമില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് വർക്കില്ലാത്ത നിങ്ങളല്ലേ വർക്കില്ലാതാക്കിയത്. എനിക്ക് പൈസ തരാൻ എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്റെ ഇന്നത്തെ പേയ്മെന്റ് എനിക്ക് കിട്ടണമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. പേയ്മെന്റ് പകുതി പൈസയും തന്നു, വണ്ടിക്കൂലിയും തന്നു. ഞാൻ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അവരുടെ വണ്ടിയെ പോലല്ലോ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. പക്ഷേ അന്ന് ഞാൻ ചെങ്ങന്നൂരാ താമസിക്കുന്നത്. പേര് പറഞ്ഞ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണമായിരുന്നു. ഇനി ഡയറക്ടറും പ്രൊഡ്യൂസറും കണ്ടാൽ മനസ്സിലാവും ചേച്ചിക്ക് അവിടെ വെച്ച്. എനിക്ക് അങ്ങനെ ഓർമ്മയേ ഇല്ല. ശരി, ഈ ഇതിന്റെ അടിയിൽ മെസ്സേജ് ഇടാൻ വരുന്ന പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മെസ്സേജ് ഇടാൻ വരുന്ന പറയാണ്, നമുക്കും വീട്ടിൽ എല്ലാവർക്കും അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്. ജീവിക്കാൻ വേണ്ടിയാണ് അവർ മുഖത്ത് ചായം പൂശുന്നത്. ഒരിക്കലും ഒരാളുടെ കൂടെ പോയി പച്ചയ്ക്ക് പറഞ്ഞാൽ കിടക്കാൻ വേണ്ടിയിട്ടല്ല അവരൊക്കെ ചായം പൂശുന്നത്. ഇനിയെങ്കിലും അങ്ങനെ കാണാതിരിക്കുക, അങ്ങനെ കണ്ണിൽ കാണാതിരിക്കുക. അത്ര മാത്രമേ ചേച്ചി പറയാം. തീർച്ചയായിട്ടും ചേച്ചിയുടെ ഇത്രയും തുറന്നു പറച്ചിന് വളരെ സന്തോഷമുണ്ട്. ചേച്ചിക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമ സീരിയൽ ആർട്ടിസ്റ്റുകൾ, നാടക ആർട്ടിസ്റ്റുകൾ ഇവരൊന്നും മോശപ്പെട്ട ആൾക്കാരൊന്നും അല്ല. ഇവരൊക്കെ നല്ല ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ അവരൊക്കെ കുടുംബം പോറ്റാൻ വേണ്ടി, അവരുടെ കുടുംബത്ത് അരി മേടിക്കാനോ അല്ലെ അമ്മയെ നോക്കാനോ അച്ഛനെ നോക്കാനോ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാണ്. അവർ കലയെ മാത്രം സ്നേഹിക്കല്ല, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവാണ്. ആ കഴിവിലൂടെ അവരുടെ കുടുംബം പോറ്റുന്നവരാണ്. എന്നുവെച്ചാൽ അവരെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ചുരുളടി അങ്ങോട്ട് പോയി അല്ലെ നാടകണ്ടി അങ്ങോട്ട്, അവരെ പുച്ഛത്തോടെ നിങ്ങൾ ആരും നോക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പുച്ഛത്തോടെ നോക്കരുത് സമൂഹം പറയുന്നത്. പക്ഷെ ഒരിക്കലല്ല, അവിടെ ഗതികേട് കൊണ്ട് അവിടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവള് പോകുന്നത്. അല്ല, അവള് ഒരിക്കലും നശിക്കാൻ വേണ്ടിയല്ല. അവൾക്ക് ജീവിക്കാൻ വേറെ വഴി. ഇവിടെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, വേറെ ഏതെല്ലാം വഴിയെ പോയി പൈസ ഉണ്ടാക്കാം. പക്ഷെ അതിനൊന്നും താല്പര്യമില്ല. പോയിക്കൂടെ, രഹസ്യം ഇതാരെങ്കിലും അറിയും, പൈസ ഉണ്ടാക്കരുത്. പക്ഷെ അതിന് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഓടിപ്പോയി പൈസ ഉണ്ടാക്കാൻ വേണ്ടി രാത്രി ഏത് പാതിരാത്രിക്ക് ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്ക് ഊരിപ്പെടി എല്ലാവരും എന്നോട് എനിക്ക് ഇത്രയും 2 മണി 3 മണിക്കൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? പക്ഷെ ധൈര്യം വേണം. ധൈര്യം നമ്മൾ പേടിക്കണം. ആരെ സമൂഹത്തെ പേടിക്കണം? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാൻ നമുക്ക് തോന്നിയാൽ നമുക്കൊരു സമൂഹത്തെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ ആരെയും പേടിയില്ല. അമ്മച്ചാണ് സത്യം. ഞാൻ എവിടെ വേണേലും ഇന്നിപ്പോ രാത്രി 1 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഞാൻ പോകും. എനിക്ക് ആരെയും പേടിയില്ല. എനിക്ക് ഇന്ന് വരെ യാത്രയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ട്രെയിനിലായാലും ബസ്സിലായാലും ഈ കോയമ്പത്തൂർ അവിടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഓടിപ്പോവായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല കൂടെ വരാൻ. ഒരാളെയും കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നോക്കാൻ നടക്കണം. നമ്മൾ അവരെ നടക്കണം. ഒരിക്കലും ഞാനൊരു ലേഡിയും കൊണ്ട് സിനിമയ്ക്ക് പോയി, കമൽ സാറിന്റെ ഒരു പടത്തിന് കറുത്ത പക്ഷികൾ ചെയ്യുന്ന സമയത്ത് പോയ അവസാനം എവളെ ഞാൻ നോക്കേണ്ടി വന്നു. ഇവൾ വോമിറ്റ് ചെയ്യും, അവൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സെറ്റിനകത്തോട് ഓടി നടക്കുന്നു, പല പ്രശ്നങ്ങളാ. അവസാനം ഞാൻ പറഞ്ഞു, നീ എന്നെ നോക്കാൻ വന്നാണോ? ഇപ്പൊ എനിക്ക് നിന്നെ നോക്കേണ്ടി വന്നു. അതുകൊണ്ട് അന്ന് ഞാൻ നിർത്തി.
ആ പരിപാടി ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മൾ അതാണ് ചോദിച്ചത്, ഒറ്റയ്ക്ക് നമുക്ക് എന്താണ് നമ്മൾ നോക്കിയാൽ മതി. പിന്നല്ല, എനിക്ക് എന്നാ നോക്കിയാ പോരെ? ഈ കൊണ്ടു നടക്കുന്നവരെ നോക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ തന്നെ പെട്ടിയെടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനകത്ത് ഓടിപ്പോന്നു. ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ എനിക്കില്ലായിരുന്നു. ഞാൻ തന്നെയാ പോകുന്നതും വരുന്നതും. 2 മണി 3 മണിക്കൊക്കെ ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കുത്തിയിരുന്നിട്ടുണ്ട്. എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും ഒരു അനുഭവങ്ങൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ആ രീതിയിൽ അവിടെ ഇരിക്കുന്നേ, നമ്മളാരും അങ്ങനെ വരത്തില്ല. നമ്മളാരും ഒരു പവറോടെ അടുക്കത്തുമില്ല. കാര്യം വെച്ച് ഇങ്ങനെ നമ്മളൊന്ന് നോക്കി കഴിയുമ്പോൾ അവനങ്ങ് പൊക്കോളൂ. അതിന്റെ അങ്ങനെ ധൈര്യം, നമ്മുടെ ധൈര്യം വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ. സ്ത്രീകൾക്ക് ധൈര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകാൻ പറ്റും. ഒറ്റയ്ക്ക് പോയാൽ ആരെന്നെ പിടിക്കുമോ? ഒരാളും പിടിക്കത്തില്ല. നമുക്കൊരു പവർ വേണം. അങ്ങനെ ജീവിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും പറയാനുള്ളത് ഈ പറഞ്ഞ ഈ 2 അലവലാദികൾ കാരണമാണ് ആ അലവലാദികളെ ആണുങ്ങളും പഴി കേൾക്കുന്നത്. സീരിയസ്ലി ആ അലവലാതി ഉണ്ടല്ലോ, അവന് ആ ഉണ്ടക്കെന്നുള്ളവനെ എങ്ങനെ കാണാം. പിന്നെ എനിക്ക് കണ്ടിട്ടുമില്ല, ഞാൻ പിന്നെ അതേപ്പറ്റി ഫോളോ ചെയ്തിട്ടുമില്ല. പക്ഷെ എനിക്ക് അവനോട് എനിക്ക് ഇപ്പോഴും വൈരാഗ്യമുണ്ട്. കാരണം അവൻ ആ ഉണ്ടക്കണ്ണ റൂമിൽ വന്നിട്ട് എന്നോടൊന്ന് സംസാരിച്ചിട്ട് അവസാനം അവളെയും പിടിച്ചോണ്ട് പോയിരിക്കുന്നു. മറ്റേ സൗകര്യം ഒപ്പിച്ചു കൊടുത്തു. അവൻ ഇവളെയും കൊണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഇവിടെ വന്ന് കിടക്കാന്ന് വിചാരിച്ചു. അവനെ ഈ ഇന്റർവ്യൂ കാണുവാണ്, അവര് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ. കാരണം അന്ന് ഞാനുമായിട്ട് ഉടക്കിപ്പോയത്. അപ്പൊ അവനെ ചിന്തിക്കും, ഇതിന്റെ പേരിൽ ചേച്ചി കുറെ കോൾ വരുമായിരിക്കും. 10-15 വർഷമായിട്ട് ഇത് സിനി ഓർത്ത് വെച്ചിരുന്നല്ലോ എന്ന്. എന്റെ ജീവിതത്തിൽ ചില ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ ജീവിതത്തിൽ ഞാൻ മറക്കത്തേയില്ല. മറക്കൂ നമ്മള്? അത് ഇതെന്നും എനിക്ക് മനസ്സിൽ ഓർമ്മയുള്ള കാര്യമായിരുന്നു. ഞാൻ മറക്കത്തില്ല. അത്രമാത്രം മാനസികമായിട്ട് വിഷമിച്ച ആ റൂമിനകത്തിരുന്ന് ഞാൻ കരഞ്ഞെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ കരഞ്ഞു. എന്റെ കരച്ചില് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഡയറക്ടർ അവിടെ എഴുന്നേറ്റിട്ട് മനസ്സിലായോ പാവം. എഴുന്നേറ്റിട്ട് പറയാം, സിനി ആരും ഒന്നും ചെയ്യത്തില്ല, സിനി ധൈര്യമായിട്ട് ഇവിടെ കിടന്നു. എന്നോട് പറയാ കിടന്നു. എന്നിട്ട് കഥ അടച്ചിട്ട് പോയി. എന്നിട്ട് അവൻ രാവിലെ എനിക്കിട്ട് പണി തന്നു. അവൻ രാവിലെ എനിക്ക് പണി തന്നു. അവൻ എനിക്ക് പണി തന്നു. എനിക്ക് രാവിലെ വർക്കില്ല. ഇതൊക്കെ ചെയ്യുന്ന മര്യാദയാണോ? മര്യാദകേട് തന്നെയാണ്. അതിനാണ് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞത്. പക്ഷെ ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണ്, നമ്മൾ കാണുന്നതെല്ലാം ശരിയല്ല, പറയുന്നതെല്ലാം സത്യമല്ല എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ അവരൊക്കെ ക്ഷമയം അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് എന്താണ് ചായം പൂശി നടക്കുന്നത് എല്ലാവരും അങ്ങനെ പോകാൻ വേണ്ടിയിട്ടല്ല, ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, ജീവിതമാർഗ്ഗം ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. തീർച്ചയായും ചേച്ചി ഈ തുറന്നു കുറച്ചിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇനിയും ഇങ്ങനെയുള്ള തുറന്നുപറയാൻ ആൾക്കാർ മുന്നിലേക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം സീരിയൽ രംഗത്തും ആക്ഷേപങ്ങൾ വന്നു തുടങ്ങി. ഒരാൾ കേസ് കൊടുക്കുന്നു, പലരെ കുറിച്ച് അതിനകത്ത് എന്ത് സത്യമുണ്ടെന്നുള്ളത് മറ്റ് വേർഷനോട് നമ്മൾ കേട്ടാൽ മാത്രമേ. പക്ഷെ ആ വേർഷൻ കേൾക്കുന്നതിന് മുമ്പ് ഒരാൾ നമ്മൾ വിട്ടുപോയി. ഒരു ഇൻസിഡന്റിലാണ് ഒരു കൺട്രോളർ മരിച്ചത്. പക്ഷെ ആ ഇൻസിഡന്റിൽ പല ആൾക്കാർ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ആ കേസ് കൊടുത്ത പെൺകുട്ടിക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല, പോയവന് പോയി, അത്രയേ ഉള്ളൂ. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കോടതി ചെല്ലുമ്പോൾ പെണ്ണിൻ്റെ കൂടാണ് എല്ലാവരും നിൽക്കുന്നത്, ആണുങ്ങൾക്കൊരു വിലയില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പള്ളിക്കൂടം സിനിമ ചെയ്യാൻ പോയ നിർമ്മാതാവും പ്രൊഡ്യൂസറിനോടും പറയാനുള്ളത്, പ്രൊഡ്യൂസറിനോടും സംവിധായകനോടും പറയാനുള്ളത്, ചേച്ചിയെപ്പോലുള്ള ആൾക്കാരടുത്ത് പോകുന്ന കളിക്കുന്ന സൂക്ഷിച്ചെന്നെ വേണം. അത് ഇനിയും ഞാൻ പറയാം, ഇനിയും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ. വളരെ സന്തോഷം ചേച്ചി, ഇത്രയും നേരം നമ്മളൊപ്പം സംസാരിച്ചതിലും ഒരു ഇൻ്റർവ്യൂ തന്നതിലും ഈ ഒരു മനസ്സ് കാണിച്ചതിലും താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.